പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാത്രം ഇങ്ങനെ ചില വർത്തമാനങ്ങളുണ്ടാകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഇവിടെ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം, ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. പാർലമെൻറ്റിലും അതുപോലെ അസംബ്ലികളിലും സ്ത്രീകൾ കൂടി ഉണ്ടാവുന്നത് ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം തന്നെ ഒരാവശ്യമായിരിക്കണം ഇത്. കാരണം ജനാധിപത്യം മീനിങ് ജനാധിപത്യമാകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നയരൂപീകരണ ഇടങ്ങളിൽ അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് സാധ്യത കുറവ് എന്നൊക്കെ പറയുമ്പോഴും പാർട്ടികൾ ഇവിടെ മുന്നണികളാണ്. ഇപ്പം ഞാൻ ഇടതുമുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, ആ ഇടതുമുന്നണിക്കകത്ത് തന്നെ പല പാർട്ടികളുണ്ട്. എൻ്റെ പാർട്ടി CPI, ആ CPIക്ക് കിട്ടിയ 4 സീറ്റുകൾ, അതിലൊരു സീറ്റ് പാർട്ടി തീരുമാനിക്കുന്നു, അത് ഒരു വനിത സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചു. പാർട്ടിക്കുള്ളിൽ ചർച്ച നടന്നു. ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികളോട് അവരുടെ നിർദ്ദേശങ്ങൾ അയക്കാൻ പറഞ്ഞു. അവരയച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നിർവാഹക സമിതിയും സംസ്ഥാന കൗൺസിലുമാണ് എൻ്റെ പേര് തീരുമാനിച്ചത്. ഇതിൽ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ CPIയുടെ 4 സീറ്റും അതിൽ ഞാൻ ഏതെങ്കിലും സാധ്യത കൂടുതൽ സാധ്യത കുറവ് അങ്ങനെ ഒന്നും ഞാൻ കാണുന്നില്ല. പാർട്ടിയുടെ സീറ്റാണ്. പാർട്ടി സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നമ്മളെ വെറുതെ അങ്ങ് വിടുകയല്ല. നമ്മളോടൊപ്പം രാപകൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് ഓരോ പാർട്ടി പ്രവർത്തകനും, അത് സ്ത്രീകളായാലും പുരുഷരായാലും മറ്റ് ട്രാൻസ് പീപ്പിളായാലും അവരൊക്കെ തന്നെ ഇതിൽ അടിത്തട്ട് മുതൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം വെറുതെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിട്ട് അങ്ങ് വിട്ടേക്കല്ല, ഇത് സാധ്യതയില്ലാത്തതാണ് അതുകൊണ്ട് അങ്ങ് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ, പാർട്ടി അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഏത് സീറ്റും പാർട്ടി തീരുമാനിച്ച ഈ 4 സീറ്റുകളിൽ ഏത് സീറ്റും എല്ലാ സീറ്റുകളും വിജയസാധ്യതയുള്ളതാണ്. കാരണം അതിനുവേണ്ടി വിജയിക്കാൻ വേണ്ടിയാണ് പാർട്ടി വർക്ക് ചെയ്യുക. അതുകൊണ്ട് എനിക്കുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ പറയുന്ന സാധ്യത കുറവുള്ളത്, സാധ്യത കൂടുതലുള്ളത്, അത് പിന്നെ അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഞാൻ. അല്ല, അത് ഒന്ന് നിങ്ങൾ ഈഫ് എന്നുള്ളിടത്താണ് ചോദ്യം. അതുകൊണ്ട് ആ ഈഫിന് മറുപടി പറയാൻ ഞാനില്ല. രണ്ടാമത് അത് രണ്ടാമത്തെ ഭാഗം, ആ ചോദ്യത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ഉത്തരമൊക്കെ തന്നെ ഈ സംസ്ഥാനത്ത് ഒരു പാർട്ടി നേതൃത്വമുണ്ട്. ആ പാർട്ടി നേതൃത്വം അതിൽ തീരുമാനമെടുക്കുകയും അവരത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും.